നമസ്കാരം. ലഘുവായ വച്ചാരാധനകൾ എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തുടരേണ്ടത് എങ്ങനെയാണ്? പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം ഇവിടെ പറയുകയാണ്. പണ്ട് തൊട്ടേ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു വാക്കാണ് വച്ചാരാധന. എന്താണ് ഈ വച്ചാരാധന? വച്ച് ആരാധിക്കുന്നതും വയ്ക്കാതെ ആരാധിക്കുന്നതും എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ഒരു മുറി, 4 മുറിയുള്ള ഒരു വീട് അല്ലെങ്കിൽ 3 മുറിയുള്ള ഒരു വീട്, നിങ്ങൾ അതിൽ കിടപ്പുമുറി അല്ലാത്ത ഒരു സ്ഥലം, ഒരു ലിവിങ് റൂം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പഠനമുറി എന്നിരിക്കുക. വൃത്തിയായി പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം ചിട്ടയോടുകൂടി അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് ഭാഗവതം വായിക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾ ആ പഠനമുറിയിൽ ചെല്ലുന്ന, അപ്പോൾ കുട്ടികൾ അന്നേരം പഠിക്കുന്ന സമയമല്ല, കുട്ടികൾ അവിടെ ഇല്ല. നിങ്ങൾ അവിടെ നല്ല ക്ലീൻ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പായ വിരിച്ച് നിലത്തിരുന്നു. ഭാഗവതം കയ്യിൽ എടുത്തു വെച്ച് നിങ്ങൾ വായിക്കാൻ തുടങ്ങി. നിങ്ങൾ ഉദ്ദേശിച്ച ഭാഗം 1 മണിക്കൂർ ഭാഗവത പാരായണം നടത്തി. എന്നിട്ട് നിങ്ങൾ അത് നിർത്തി എഴുന്നേറ്റു, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും ഭാഗവതം വായിക്കണമെന്ന് തോന്നി. അന്നേരം ചെല്ലുന്നു. അപ്പം നിങ്ങളുടെ കുട്ടികൾ അതിൻ്റെ അടുത്ത ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി ഊർജിതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, കണക്കുമൊക്കെ ചെയ്ത് അവർ പഠിക്കുകയാണ്. അന്നേരം നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കെ ഭാഗവതം വായിച്ചാൽ നിങ്ങളുടെ വായന കൊണ്ട് അവരുടെ പഠനവും അവരുടെ പഠനം കൊണ്ട് നിങ്ങളുടെ വായനയും ഇടമുറിയും, ഡിസ്റ്റർബ്ഡ് ആകും എന്ന് ചുരുക്കം. അപ്പോൾ കുട്ടികളുടെ അമ്മ, നിങ്ങളുടെ മകൾ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യുക, അച്ഛൻ ഇവിടെ ഞങ്ങളുടെ മുറി വന്നിരുന്ന് വായിച്ചോ എന്ന് പറയുന്നു. അവിടെ നിങ്ങൾക്ക് ഭംഗിയായിട്ടൊരു കസേര ഇട്ട് തരുന്നു. നിങ്ങൾ അവിടെ ഇരുന്ന് അന്ന് ഭാഗവതം വായിക്കുന്നു. 3-ാമത്തെ ദിവസം ഇനി ഇത് രണ്ടിനും പോകണ്ട, നിങ്ങൾ ആ വീട്ടിലെ ഹാളിൽ ഇരുന്ന് ഒരു കസേരയിൽ ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് നിങ്ങൾ ഭാഗവതം വായിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ആരാധനയാണ്. പക്ഷെ അത് വച്ച് ആരാധനയല്ല. നിങ്ങൾ ആരാധിക്കുകയാണ്. ഭാഗവതം വായിച്ച് അതിലെ ഭാഗവത ഭാഗങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവത് കഥകളും ഭഗവാന്റെ ലീലകളും മനസ്സിൽ ചിന്തിച്ച് ഭക്തിപൂർവ്വം നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരിടത്ത്, അടുത്ത ദിവസം വേറൊരിടത്തും, 3-ാമത് ഒരു ദിവസം മറ്റൊരിടത്ത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയത്. നിങ്ങൾക്ക് അത്രയേ സാധിച്ചുള്ളൂ. പക്ഷെ ചെയ്തതെല്ലാം വളരെ വൃത്തിയായും ശുചിയായും ശുദ്ധമായും നിങ്ങൾ ചെയ്തു, മനസ്സുകൊണ്ട് ഏകാഗ്രമായിട്ട് ചെയ്തു. നല്ല ഒരു ആരാധനയാണ്. ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. എന്നാൽ നിങ്ങളുടെ ആ വീട്ടിൽ അത്ര ഉപയോഗമില്ലാത്ത ഒരു മുറിയിൽ ആദ്യത്തെ ദിവസം ഒരു തടി കൊണ്ടുള്ള പീഠം എടുത്തു വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ പട്ടു വിരിച്ചു. അതിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചു. അവിടെ ഇരുന്ന് ഭാഗവതം വായിച്ചു. 2-ാമത്തെ ദിവസവും നിങ്ങൾ അവിടെ പോയി അവിടെ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ആ പീഠത്തിന്മേൽ വിളക്ക് വെച്ച് അതിന് മുമ്പിൽ ഭാഗവതം വായിച്ചു. ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 8-ാം ദിവസം നിങ്ങൾക്ക് തോന്നുമ്പടി വേറൊരിടത്ത് പോയി ചെയ്യാൻ പറ്റില്ല. ഈ 7 ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അത് അങ്ങനെ അവിടെ തുടരേണ്ടതാണ്. അതാണ് അതിൻ്റെ ശരിയായ രീതി, അതാണ് മര്യാദ, അതാണ് അതിൻ്റെ ചിട്ട. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അതിൽ നിന്ന് മാറി 8-ാം ദിവസം നിങ്ങൾ ടെറസിൽ പോയി ഇരുന്ന് വായിച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പം ഈ 7 ദിവസം നിങ്ങൾ ഒരു പീഠത്തിന്മേൽ പട്ടുവിരിച്ച് അതിന് മുകളിൽ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുമ്പിൽ ഭാഗവതം വായിക്കുകയോ അല്ലെ ദേവീ മഹാത്മ്യോ രാമായണമോ എന്തു വായിക്കോട്ടെ, ആ ഒരു അനുഷ്ഠാനം ചെയ്യുന്നതിനെ വച്ച് ആരാധന എന്ന് പറയും. നിങ്ങൾ ആരാധിക്കുന്നതിന് പ്രതീകമായിട്ട് ഒരു കാര്യം അവിടെ വെക്കുന്നുണ്ട്. ഇവിടെ വെക്കുന്നത് എന്താണ്? ഒരു പീഠം അവിടെ വെച്ച് അതിന്മേൽ പട്ടുവിരിച്ച് അതിന് മുകളിൽ 5 തിരിയിട്ട് നിലവിളക്ക് വെച്ച് ആ ഭദ്രദീപത്തിന് മുമ്പിലാണ് നിങ്ങൾ ആരാധന ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത്,
അല്ല ദേവിയുടെ ഒരു വിഗ്രഹമാണ് വെക്കുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോയാണ് വെക്കുന്നതെങ്കിൽ അത്. പ്രതീകാത്മകമായി എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ച് ആരാധന തുടങ്ങിയാൽ പിന്നെ അത് അവിടുന്ന് മാറ്റി ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. അപ്പൊ ഈ പ്രതീകാത്മകമായി ഒന്ന് സ്ഥാപിച്ച് അതിന് മുമ്പിൽ അതിനെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന ജപപൂജാതി കർമ്മങ്ങളെയാണ് വച്ചാരാധന എന്ന് പറയുന്നത്. അങ്ങനെയൊന്ന് നിങ്ങൾ വീട്ടിൽ ചെയ്താലും വീടിന് പുറത്ത് വീടിനോട് ചേർന്നുള്ള ചെറിയ ചെറിയ ചായ്പുകളിലോ അല്ലെങ്കിൽ ചെറിയ തറകളിലോ ഒക്കെ ഇങ്ങനെ ചെയ്താലും ആ ചെയ്യുന്നതിനൊരു സ്ഥിരത വേണം. എന്നും ഒരേപോലെ ചെയ്യണം, എന്നും ഒരേ സമയത്ത് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ വിധാനങ്ങളാണോ, ഒരു പാരായണമാണെങ്കിൽ അത് അങ്ങനെ തുടരണം. അതിൻ്റെ കൂടെ ഒരു നിവേദ്യം വെക്കുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ തുടരണം. ലഘു പൂജ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തുടരണം. എന്താണോ നിങ്ങൾ ആരംഭിച്ചത് അങ്ങനെ തന്നെ തുടരുക. ഇടയ്ക്ക് നിങ്ങളുടെ ആ സംവിധാനം നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അസ്വസ്ഥതകളോ ചിന്താക്കുഴപ്പങ്ങളോ ആ കാര്യത്തിൽ ഉണ്ടായാൽ ശരിയായ രീതിയിൽ താമ്പൂല രാശി ചിന്ത ചെയ്ത് അതുവരെ ചെയ്തു പോകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെ എന്നറിഞ്ഞ് ആ താമ്പൂല പ്രശ്നത്തിൽ കാണുന്ന വിധിപ്രകാരം അത് തുടരേണ്ടതാണ്. നമസ്കാരം.